ഹലോ എവരിവൺ, വെൽക്കം ടു XandY Learning. നമ്മളെല്ലാവരും ഡിജിറ്റൽ ഡിവൈസുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഡെയിലി തന്നെ നമ്മൾ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ ക്ലാസ് കാണാനും ഓൺലൈൻ ക്ലാസ് കാണാനും അതുപോലെ തന്നെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടി മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC ഒക്കെ നിരന്തരം യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്തിന് ശേഷം ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ പാരൻസും പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡെയിലി തന്നെ മൊബൈൽ ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ വർക്കിനൊക്കെ വേണ്ടിയിട്ടായാലും ലാപ്ടോപ്പും PC ഒക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ നമ്മളെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കിത് വളരെ എഫക്റ്റീവ് ആയിക്കൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? നമ്മൾ ഒരുപാട് അധിക നേരം നമ്മളത് മാരകമായിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ബ്രെയിനിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നു, നമുക്ക് ഒരുപാട് ഹെൽത്തിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ സേഫായിട്ട് നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഈ ഡിജിറ്റൽ ഡിവൈസുകൾ നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് പ്രോപ്പറായിട്ടൊരു ടൈം ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിൽ ആദ്യം ക്ലിയർ ആയിട്ട് വേണം, ഞാൻ എന്ത് പർപ്പസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ് കാണുകയാണെങ്കിൽ, എന്തെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഈ ഒരു 1 hour-ആണ് 1 hour-ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1 hour കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ വേണം അതിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഐ സ്ട്രെയിൻ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് റെഗുലർ ഇൻ്റർവെൽ നമ്മൾ ബ്രേക്ക് എടുക്കണം. അപ്പോൾ കൃത്യമായിട്ട് അതിനൊക്കെ വേണ്ടി നമുക്ക് റിമൈൻഡർ വെച്ചുകൊണ്ടൊക്കെ നമുക്ക് തന്നെ അത് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ടെക്കിൻ്റെ സഹായം തേടാം. ടെക്നോളജി ഇവിടെ റെഡിയാണ്. അതെങ്ങനെയാണ്? നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് സെറ്റിങ്സ് അവൈലബിൾ ആണ്. നമ്മൾ വേണ്ട രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുന്നു. സ്ക്രീൻ ടൈം എന്ന് സെറ്റിങ്സിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് കാണാൻ പറ്റും. അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. എത്രയാണ് നമുക്ക് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതിന് ടൈം ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിവൈസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 1 hour-ആണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ സ്ക്രീൻ ടൈം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ വരും അല്ലേ, നമ്മൾ സെറ്റ് ചെയ്ത സമയം കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ പ്രോപ്പറായിട്ട് സ്ക്രീൻ ടൈം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് അത് ലിമിറ്റ് ചെയ്തുകൊണ്ട് വേണം യൂട്ടിലൈസ് ചെയ്യാൻ. ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുക, ക്രിയേറ്റ് എ ഹെൽത്തി ടെക് എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ വീഡിയോ കാണുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യുന്നു. സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ സീറ്റിംഗ് റെഡി ആയിരിക്കണം. പ്രോപ്പറായിട്ടുള്ളൊരു എർഗണോമിക് സീറ്റിംഗ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ സ്പൈനെല്ലാം നിവർന്നിരുന്ന് അല്ലേ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് നിവർന്നിരുന്ന് വേണം നമ്മൾ വീഡിയോസൊക്കെ കാണാൻ. അപ്പോൾ പ്രോപ്പറായിട്ട് സീറ്റിംഗ് റെഡി ആയിരിക്കണം. അതുപോലെ നല്ലൊരു ലൈറ്റിംഗ് വേണം. ഇരുണ്ട റൂമിൽ, ഡാർക്ക് റൂമിലൊക്കെ യൂസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. പ്രോപ്പർ ലൈറ്റിംഗ് ഒക്കെ ഉള്ള നല്ലൊരു ടെക് എൻവയോൺമെൻറ്റ്, നല്ലൊരു ഹെൽത്തി ടെക് എൻവയോൺമെൻറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് വേണം. അടുത്തതായി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്, നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ വേണം. അതായത് പ്രാക്ടീസ് മൈൻഡ്ഫുൾ ടെക് യൂസേജ്. അതായത് എന്ത് ഡിവൈസ് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡിയ വേണം. ഞാൻ ഇന്ന വർക്കിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഞാൻ പഠിക്കാൻ വേണ്ടി ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്, 1.5 മണിക്കൂറാണ് ടോട്ടലായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ക്ലിയർ കട്ട് ഐഡിയ നമ്മുടെ മൈൻഡിൽ വേണം. എന്ത് പർപ്പസിന് വേണ്ടി എത്ര സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ക്ലിയർ ആയിട്ട് ഇത് ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ആ സമയത്ത് തന്നെ നമുക്കത് എൻഡ് ചെയ്യാൻ പറ്റും. ഓവറായിട്ട് നമ്മൾ വീണ്ടും ആ ഡിവൈസ് യൂസ് ചെയ്യാനും മേ ബി പല സോഷ്യൽ മീഡിയയിലേക്കൊക്കെ മാറി നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സൂമിൽ നിന്ന് മാറി പബ്ജിയിലും അതുപോലെ യൂട്യൂബിലേക്കൊക്കെ പോകുന്നതിന് പകരം നമുക്ക് ക്ലിയർ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിനാണ് വരുന്നതെങ്കിൽ ഓൺലൈൻ ക്ലാസ് കാണുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മൈൻഡിൽ വേണം, ഈ ഒരു സമയത്തിനുള്ളിൽ ഞാനത് ഫിനിഷ് ചെയ്യും. അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സമയം കഴിഞ്ഞു. അത് നമ്മളങ്ങനെ പ്രോപ്പറായിട്ട് ഒരു മൈൻഡ്ഫുൾ ടെക് യൂസേജ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നാലാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു ടെക് ഫ്രീ സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ വീട്ടിൽ നമ്മൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂട്യൂബിൽ ഒരു വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമായി കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിൻ വരും അല്ലേ, ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും മതി, നിർത്താമെന്നുള്ള ഒരു ലെവലിലേക്ക് വരെ എത്തും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സമയങ്ങളിൽ നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആ സമയം എത്തുന്നതിന് മുന്നേ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റണം. അതിനുവേണ്ടി നമുക്കൊരു എസ്റ്റാബ്ലിഷ് ചെയ്യാം. നമ്മളൊരു ടെക് ഫ്രീ സോൺ, നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ഏരിയ, ഒരു ഓഫീസ് വിസിറ്റിംഗ് റൂം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈസുകളില്ലാത്തൊരു ഏരിയയ്ക്ക് മാറ്റാം. ഏതെങ്കിലും ഒരു ഏരിയ സെലക്ട് ചെയ്യുക, ഒരു ബെഡ്റൂം അതിന് വേണ്ടി മാറ്റി വെക്കുക. റൈറ്റ്. അപ്പോൾ അവിടെ ടെക് ഫ്രീ സോൺ ആയിരിക്കണം. അവിടെ ഡിവൈസുകൾ കൊണ്ടുപോകരുത്, ഇതൊന്നും ചെയ്യരുത്. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ഇതുപോലുള്ള ഓൺലൈൻ ഡിവൈസുകളിൽ നിന്നും അതുപോലെ ടെക് ഡിവൈസുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരു ബ്രേക്ക് കിട്ടാവുന്ന രീതിയിൽ നമുക്ക് അതിനായി എൻഗേജിങ് ചെയ്യാൻ പറ്റുന്ന പല ആക്ടിവിറ്റീസൊക്കെ അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ആ രീതിയിൽ നമുക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടി അവിടെ പോകുന്നു, കുറച്ച് നേരം നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ രീതിയിൽ നമുക്കൊരു ക്ലിയർ ആയിട്ട് ഒരു ടെക് ഫ്രീ സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത്.
നമ്മളിൽ പല ആളുകളും ആൻഡ്രോയിഡ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ഡിജിറ്റൽ വെൽബീയിങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റിംഗ്സ് പോയിട്ട് ഡിജിറ്റൽ വെൽബീയിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സെറ്റിംഗ്സ് അവിടെ വരും. നമുക്ക് പല കാര്യങ്ങളും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂട്യൂബ്, അതുപോലെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയാസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച്, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്ക്രീൻ ടൈം ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ യൂട്യൂബ് ഞാൻ ഒരു ദിവസം ഞാൻ അരമണിക്കൂർ മാത്രമേ യൂട്യൂബിൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് എനിക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 30 മിനിറ്റ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ യൂട്യൂബ് വാർണിംഗ് തരും, സമയം കഴിഞ്ഞു നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് വാർണിംഗ് തരും. അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസും നമുക്ക് വേണ്ട രീതിയിൽ നമുക്കത് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സ്ക്രീൻ ടൈം ലിമിറ്റ്, അതൊരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ മാത്രമല്ല, നമ്മൾ ഡിവൈസ് തന്നെ നമുക്കൊരു സ്ക്രീൻ ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യാണ്, രാത്രി നമ്മൾ ഒരുപാട് സമയം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐ സ്ട്രെയിൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് നമുക്കത് ഒരു ഗ്രേ സ്കെയിലിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഡിവൈസിന്. അതായത് നമുക്ക് കളർഫുൾ ആയിട്ടുള്ളതിന് പകരം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു അപ്പിയറൻസിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഡിവൈസ് മൊത്തമായിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ അതിൽ സെറ്റിംഗ്സ് ഉണ്ടാവും. പല ഫോണിലും പല സെറ്റിംഗ്സ് ആയിരിക്കും ഉണ്ടാവുക. സ്ലീപ്പ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റിംഗ്സ് കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലേ. നമ്മൾ നോട്ടിഫിക്കേഷൻസ് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഡിസ്പ്ലേ മൊത്തം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗ്രേ സ്കെയിൽ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ സമയമാണ് ഒരു 10:30 നമ്മൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 10:30 ആവുന്ന സമയത്ത് സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് എത്തുന്നു. അങ്ങനെ നമുക്ക് തന്നെ എന്ത് ചെയ്യും, ഒരു ബോറടിച്ച് തുടങ്ങും അല്ലേ. ഒരു ഗ്രേ സ്കെയിലായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് സ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ നമുക്ക് സ്വാഭാവികമായി നമുക്ക് നിർത്താം എന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ടെക്കിൽ തന്നെ ഒരുപാട് സെറ്റിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളെ ഈ ഒരു ഓവറായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് സെറ്റിങ്സ് ഈ ഒരു ഡിജിറ്റൽ വെൽബീയിങ് എന്നുള്ളതിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ എത്ര സമയമാണെന്ന് യൂസ് ചെയ്യുന്നത്, ഓരോ ആപ്ലിക്കേഷൻ എത്ര യൂസ് ചെയ്യുന്നുണ്ട്, ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള എല്ലാ ക്ലിയർ ആയിട്ടുള്ള ഡാറ്റയും ഈ ഡിജിറ്റൽ വെൽബീയിങ് സെറ്റിങ്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ജസ്റ്റ് ആ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരൻസിനോടാണ്. നിങ്ങളുടെ മക്കൾ, എസ്പെഷ്യലി കുറച്ച് ഏജ് കുറവുള്ള മക്കളൊക്കെ ഒരുപാട് നേരം കാർട്ടൂൺ കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിരിക്കുന്നു, ഓവറായിട്ട് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ഡിവൈസുകളുടെ, എസ്പെഷ്യലി സ്മാർട്ട് ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പാരൻ്റൽ കൺട്രോൾ എന്നുള്ള സെറ്റിങ്സ്. അപ്പോൾ അതിൽ ഗൂഗിളിൻ്റെ തന്നെ, ഇപ്പം ഗൂഗിളിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആപ്പിൾ ഡിവൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പിളിൻ്റെയും അതുപോലെയുള്ള സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാരൻ്റൽ കൺട്രോൾ എന്ന് സെർച്ച് ചെയ്താൽ മതി. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡിവൈസ് നിങ്ങളുടെ കുട്ടി ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചൈൽഡിൻ്റെ ഡിവൈസ് അതിൽ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ചൈൽഡിൻ്റെ ഡിവൈസും പാരൻ്റെ ഡിവൈസും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ചൈൽഡിൻ്റെ ഡിവൈസ് എത്ര നേരമാണ് ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ ഡിജിറ്റൽ വെൽബീയിങ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ സ്പെസിഫിക് ആപ്ലിക്കേഷൻ എത്ര നേരം ഉപയോഗിക്കണം, ആ ഡിവൈസ് എത്ര നേരം ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. കുറച്ച് നേരമായി കഴിഞ്ഞു എന്നിട്ടും പറഞ്ഞിട്ട് കുട്ടി കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ, മതി, സ്ക്രീൻ ഓൺ ടൈം മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസ് പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല, അത് ഓണാക്കാൻ കഴിയില്ല. ആ രീതിയിലേക്ക് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സെറ്റിങ്സ് നമുക്ക് ഈ പാരൻ്റൽ കൺട്രോളിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഡിജിറ്റൽ ഡിവൈസുകളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റാം. നമ്മളെന്തായാലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, പല ആക്ടിവിറ്റീസും പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുക അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ ഒരുപാട് ടെക്നിക്കൽ സെറ്റിങ്സ് ഒക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ, നമുക്ക് എങ്ങനെ ഇതുപോലെയുള്ള ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റും. അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ അത് യൂസ് ചെയ്യാതെ പരമാവധി നമുക്കത് മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഒന്ന് നമുക്ക് ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് നമുക്ക് പരമാവധി നമ്മൾ എൻഗേജ് ചെയ്യുക എന്നുള്ളത്. ഓൺലൈൻ ഗെയിംസിന് പകരം നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ടല്ലോ, അതിലേക്ക് എൻഗേജ് ആവുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുക. ക്രിക്കറ്റ്, ഫുട്ബോൾ പോലുള്ള ഗെയിംസ്, അതിലേക്ക് എൻഗേജ് ആവുക, നമ്മൾ ഫ്രണ്ട്സായിട്ട് മീറ്റ് ചെയ്യുക അല്ലേ, തൊട്ടടുത്തുള്ള ഫാമിലീസിലൊക്കെ വിസിറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് പല ഓഫ്ലൈൻ ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ചെയ്യുക. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പാഷൻ അനുസരിച്ച്, ചില ആളുകൾക്ക് ആർട്ട്, ചില ആളുകൾക്ക് മ്യൂസിക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എന്താണ് അവരുടെ പാഷൻ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നോക്കിയിട്ട് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കുറച്ചുകൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ പാഷൻ അനുസരിച്ച്, നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച്, നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഓഫ്ലൈൻ ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആവുക. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഡിജിറ്റൽ ഡിവൈസുകളുടെ ഉപയോഗത്തിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഗെറ്റ് എ പ്രോപ്പർ ഗുഡ് സ്ലീപ്പ്.
നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ മൂവീസൊക്കെ വാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ പല കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ടൈം നമ്മൾ ഡിവൈസുകൾ എസ്പെഷ്യലി സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അത് നമ്മളൊരു നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പിനെയാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് പകരം നമ്മൾ പ്രോപ്പറായിട്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള പല സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ മൈൻഡ് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. മതി, ഇന്നത്തേക്ക് സമയം മതി, ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ്. ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ആ സമയത്ത് പിന്നെ ഡിവൈസുകളൊന്നും യൂസ് ചെയ്യരുത്, അത് മാറ്റി വെക്കുക. എന്നിട്ട് സെൽഫായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് കിട്ടണം, പ്രോപ്പറായിട്ട് നല്ലൊരു സ്ലീപ്പ് കിട്ടുക. അത് ഓരോരുത്തരുടെയും ടൈം അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ നല്ലൊരു സ്ലീപ്പ്, ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് എല്ലാവർക്കും കിട്ടണം. അതുണ്ടെങ്കിൽ നമുക്ക് എസ്പെഷ്യലി നെക്സ്റ്റ് ഡേ നല്ല പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഫിസിക്കലി, പ്രത്യേകിച്ച് ഐ സ്ട്രെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫിസിക്കൽ പല ബോഡി പാർട്സിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്ട്രെയിനൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ നമ്മളൊരു വെൽബീങ്ങിനെ തന്നെ നമുക്കത് അപ്ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈസുകൾ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും, അതുപോലെ തന്നെ അതിൻ്റെ ഓവർ യൂസേജ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എസ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ വെൽബീങ് സെറ്റിംഗ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്കത് ചെയ്യാൻ പറ്റും. പേഴ്സണലി ഞാനത് ട്രൈ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വർക്കൗട്ട് ആയതാണ്. അപ്പോൾ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു ഗൈസ്.